വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ആ കുട്ടി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട്, താനല്ലേ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാലേ ജീവിതം അങ്ങോട്ട് പൂർത്തിയാവത്തുള്ളൂ എന്ന്. അന്നേരം എല്ലാം സമ്മതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വിഷ്ണു ആണെങ്കിൽ തനിക്കൊരു സമ്മാനം തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പൊതിഞ്ഞൊരു ഗിഫ്റ്റ് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ തുറന്ന് നോക്കുമെന്ന് പറയുകയാണ്. തുറന്ന് ശാലിനി ആ പൊതി അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു പേനയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ അതും വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇത് വെച്ച് ഇപ്പോഴൊന്നും എഴുതി കളയരുത്, താൻ കളക്ടർ ആയതിനു ശേഷം ആദ്യത്തെ ഉത്തരവ് ഒപ്പിടാനുള്ള പേനയാണ് എന്ന് പറയുകയാണ്. അന്നേരം ഇനി നമുക്ക് ഇൻ്റർവ്യൂ ഹാളിലേക്ക് പോകാമെന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ അതിനു മുമ്പേ എനിക്ക് വിഷ്ണുവേട്ടൻ്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കാല് പിടിക്കാനായിട്ട് ശാലിനി ഇങ്ങനെ കുനിയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനി അങ്ങ് പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഒരൊറ്റ അടി വെച്ച് വന്നിട്ടുണ്ടല്ലോ ഓരോരോ ആചാരങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, തനിക്ക് അനുഗ്രഹത്തിന് പകരം ഞാൻ വേറൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശാലിനി അങ്ങ് ചേർത്ത് പിടിച്ച് ശാലിനിയുടെ കവിളിലേക്കൊരു മുത്തം കൊടുക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് ആകെ സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് ശാലിനി അങ്ങ് മുറുകെ പിടിക്കുകയാണ്. തുടർന്ന് അവരിങ്ങനെ കണ്ണിൽ കുറേ നേരം നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിലേക്ക് എത്തുമ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരാൾ അകത്ത് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ. തുടർന്ന് ആ കുട്ടി ഇറങ്ങി വരുമ്പോൾ വേറൊരാൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു? അന്നേരം എളുപ്പമായിരുന്നു തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങ് പോവുകയാണ്. ശാലിനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് അത് മനസ്സിലാവുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, എളുപ്പമാണ് എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് കാൻഡിഡേറ്റിലെ കോൾ ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ തരാൻ പറയുകയാണ്. എന്നിട്ട് അടുത്തത് കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവുകയാണ്. തുടർന്ന് ശാലിനി അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകെ ടെൻഷനിൽ നടക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിനോട് ശാലിനി വന്നിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. തുടർന്ന് അകത്ത് ഇൻ്റർവ്യൂ നടക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം ഓരോരുത്തർ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണ്. അന്നേരം IAS തിരഞ്ഞെടുക്കാനുള്ള കാരണമൊക്കെ ചോദിക്കുമ്പോൾ അത് എൻ്റെ അച്ഛൻ്റെ താല്പര്യമായിരുന്നു എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അന്നേരം നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മാത്സിലായിരുന്നു താല്പര്യം എന്നൊക്കെ അങ്ങ് പറയുകയാണ്. തുടർന്ന് പിന്നെ ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആളും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ശാലിനിക്ക് അങ്ങ് ആകെ ടെൻഷൻ ആവുകയാണ്. തുടർന്ന് അടുത്തത് ശാലിനിയെ വന്ന് വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എളുപ്പമായിരിക്കും പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ശാലിനി അകത്തേക്ക് കയറുന്നുണ്ട്. അതേസമയം പുറത്ത് നിൽക്കുന്ന വിഷ്ണു പ്രാർത്ഥിക്കുന്നുണ്ട്, ശാലിനിയുടെയും ശാരദാമ്മയുടെയും ഒക്കെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണേ, മറ്റു പരീക്ഷകളിലൊക്കെ പാസ്സായ പോലെ ഇൻ്റർവ്യൂവിലും ശാലിനിക്ക് ടോപ്പ് റാങ്ക് തന്നെ കൊടുക്കണേ ഈശ്വര എന്നൊക്കെ വിഷ്ണു അങ്ങ് പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറുന്ന ശാലിനിയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരമൊക്കെ പറയുകയാണ്. തുടർന്ന് അവർ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട്. തുടർന്ന് IAS തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം എന്താണ് എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അതെൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു സാർ, മകനെ കളക്ടറാക്കണം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറയുമ്പോൾ മകനെ കളക്ടറാക്കൂ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ 3 പെൺമക്കളായിരുന്നു, അപ്പോഴത്തേക്ക് പെൺമക്കൾക്ക് കളക്ടറാക്കാൻ കഴിയില്ല എന്നായിരിക്കാം ഒരു പക്ഷേ അച്ഛൻ്റെ ധാരണ, അതുകൊണ്ടാണ് എനിക്ക് കളക്ടറാകണം എന്ന് തോന്നിയത് എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ അച്ഛനോടുള്ള വാശി കൊണ്ടാണോ കളക്ടർ ആകുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ അമ്മയെയും 3 മക്കളെയും ഉപേക്ഷിച്ചതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അമ്മയെയും നമ്മളെ ഇറക്കി വിടുമ്പോൾ അമ്മയുടെ മനസ്സിലൊരു കനലുണ്ടായിരുന്നു. അപ്പോൾ മക്കളിൽ ആര് കളക്ടറാകുമെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ആളായ ഞാനാണ് കൈവക്കിയത്. അന്ന് അതിൻ്റെ പ്രാധാന്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയുടെ വാശി കൂടിയാണോ ആഗ്രഹവും ചോദിക്കുകയാണ്. അന്നേരം ആ വാശിയല്ല, സ്വപ്നമാണ് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്നും ശാലിനിയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശാലിനി കറക്റ്റായിട്ട് മറുപടി പറയുന്നുണ്ട്. തുടർന്ന് ആദ്യത്തെ വനിതാ കളക്ടർ ആരെന്ന് ചോദിക്കുമ്പോൾ അന്ന രാജം 1951 ബാച്ച് എന്നൊക്കെ പറയുകയാണ്. അന്നേരം അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമല്ലേ, അപ്പോൾ അച്ഛൻ അറിയാമായിരുന്നല്ലോ പിന്നെ സ്ത്രീക്ക് കളക്ടറാകാൻ, പെൺകുട്ടിക്ക് കളക്ടറാകാൻ കഴിയുമെന്നുള്ളതൊക്കെ, പിന്നെ എന്തുകൊണ്ട് പെൺമക്കളെ കളക്ടറാക്കാനായിട്ട് തുനിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, പിന്നെ ചുറ്റുപാടുകളും ഒക്കെ കൊണ്ടായിരിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്നും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ശാലിനിയോട്. ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വനിത ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയാണ് എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് വിവാഹിതയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഭർത്താവ് വിഷ്ണു എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ഇപ്പോൾ കളക്ടറായി കഴിഞ്ഞാൽ ഭർത്താവ് മൊത്തം ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ശാലിനി ആയിരിക്കും പോലീസ് സല്യൂട്ട് ചെയ്തത് ബഹുമാനിക്കുന്നതുമൊക്കെ, അപ്പോൾ അത് ഭർത്താവിന് ദഹിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അത് അർദ്ധനാരീശ്വര സങ്കല്പം പോലെയാണ്, സ്ത്രീയും പുരുഷനും ഒരേപോലെ സമത്വമാണ് വേണ്ടത്, ഒന്നിൻ്റെ പൂർണ്ണത
മറ്റേത് പരിഹരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എനിക്ക് പ്രകൃതി തന്ന ഒരു വരദാനമാണ് വിഷ്ണുവേട്ടൻ എന്നൊക്കെ പറയുകയാണ്. ആ സമയം വിഷ്ണു ആണെങ്കിൽ ടെൻഷനോടുകൂടി വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് നടക്കുകയാണ്. തുടർന്ന് മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. മലയാളികളുടെ കൂടെ നിൽക്കുമോ തമിഴരുടെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യർക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്, ഇന്ത്യക്കാരൊപ്പമാണ് നിലനിൽക്കുന്നത്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും കറക്റ്റായിട്ട് ശാലിനി മറുപടി പറയുകയാണ്. അന്നേരം എല്ലാവരും ശാലിനി ഇംപ്രസ് ആവുന്നുണ്ട്. ശാലിനിയുടെ ഓരോ മറുപടിയും അവർക്കങ്ങ് അത്ഭുതവും ആകാംക്ഷയും ഒക്കെയാണ് കാണുന്നത്. തുടർന്ന് ഇൻ്റർവ്യൂവിൽ ശാലിനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതേസമയം വിഷ്ണു ഹാളിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് വിഷ്ണു അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയാണ്. തുടർന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങുന്ന ശാലിനി അവിടെയൊക്കെ നോക്കുമ്പോൾ വിഷ്ണുവിനെ ആദ്യം കാണുന്നില്ല, പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുകയാണ്. അന്നേരം എന്താ എളുപ്പമായിരുന്നോ ചോദിക്കുമ്പോൾ എല്ലാത്തിനുമൊക്കെ കുഴപ്പമില്ലാതെ മറുപടി പറഞ്ഞു ചോദിക്കുമ്പോൾ അപ്പോൾ കിട്ടും അല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുകയാണ്. തോന്നുന്ന റിസൾട്ട് എപ്പോൾ അറിയുമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് അവർ പബ്ലിഷ് ചെയ്യുമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അതെന്തൊരു ഏർപ്പാടാണോ, ഞാൻ ഇപ്പോൾ പോയി ചോദിച്ചു തരാമെന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അങ്ങനെയൊന്നും അല്ല, അതിനൊക്കെ ഓരോ ഫോർമാലിറ്റി ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. അന്നേരം അമ്മയാണല്ലോ, ഇനിയിപ്പോൾ എന്താ അമ്മ അറിഞ്ഞിട്ടുണ്ടാവോ, സംശയം തോന്നിക്കാണോ എന്നൊക്കെ വിഷ്ണു വെപ്രാളപ്പെടുമ്പോൾ ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ എന്തായാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന. തുടർന്ന് എന്താ അമ്മ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇഷ്ടമില്ലാതെയാണ് വിഷ്ണു ഫോൺ എടുക്കുന്നത്. അന്നേരം നീ എന്താടാ വൈകുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ വണ്ടി റിപ്പയർ ആയെന്ന്. അന്നേരം അത് ഇതുവരെ ശരിയാക്കി കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ശരിയാക്കി കിട്ടിയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ അവിടെ എവിടെയും ചുറ്റിത്തിരിയാതെ നീ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് ഭാമ പറയുകയാണ്. അന്നേരം എന്താ അമ്മ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഭാമ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് എന്തൊരു കഷ്ടമാണിതെന്നും പറഞ്ഞ് വിഷ്ണു ആ സീറ്റിലേക്ക് അങ്ങ് ഇരിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വിഷ്ണുവിൻ്റെ പൊയ്ക്കോ, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം, ഇവിടെ ഓട്ടോ ഒക്കെ കിട്ടുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു എഴുന്നേറ്റിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാരമില്ല വിഷ്ണുട്ടൻ പൊയ്ക്കോ, ഇനിയും താമസിച്ചാൽ സത്യമ്മ വഴക്ക് പറയുമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഒരു ദിവസം സമ്മതിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുകയാണ് ഇവന്മാരെന്താണ് ഈ സസ്പെൻസ് വെച്ചുകൊണ്ടിരിക്കുന്നത്, റിസൾട്ട് അങ്ങോട്ട് പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ അതൊക്കെ കിട്ടും അറിയാം എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് എന്തായാലും കിട്ടും, ശാരദാമ്മയുടെയും ഞങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ തോളിൽ തട്ടി കിട്ടും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. ഇതേ സമയം സുസ്മിതയാണെങ്കിൽ ശ്യാമ എന്ന അബോർഷനായ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിസപ്ഷനിലേക്ക് നോക്കുമ്പോൾ മേ ഹെൽപ്പ് യു എന്നും പറഞ്ഞ് റിസപ്ഷനിസ്റ്റിനെ കാണിക്കുകയാണ്. അന്നേരം എനിക്ക് അവിടെ നിന്നുള്ള നേരെയുള്ള മറുപടി അല്ലല്ലോ വേണ്ടത്, വളഞ്ഞ വഴിയല്ലേ, പിന്നെ അന്ന് ശ്യാമയ്ക്ക് അബോർഷനായെന്ന് നഴ്സുമാർ സംസാരിച്ചത് തന്നെയാണ്, പിന്നെ ഇവിടെ എന്ത് കള്ളക്കളി എന്തോ നടന്നിട്ടുണ്ട്, അതിന് ചൂട്ടുപിടിച്ച് കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറും എന്തായാലും ഞാൻ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ റിസപ്ഷനിലേക്ക് അന്ന് ഇപ്പോൾ വന്ന കുട്ടിക്ക് അബോർഷനായെന്നും പറഞ്ഞ് നഴ്സ് പുറത്തൊന്ന് സംസാരിച്ചില്ല, ആ നഴ്സ് അവിടേക്ക് വരുന്നത്. അന്നേരം തേടി വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ് സുസ്മ നിൽക്കുമ്പോൾ ആ നഴ്സ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം വിദ്യ എന്നും പറഞ്ഞ് പേരെടുത്ത് വിളിക്കുകയാണ്. തുടർന്ന് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വിദ്യയുടെ ഫ്രണ്ട് ആവാനായിട്ട് താല്പര്യമുണ്ട്, അന്ന് ഞാൻ ഒരു ദിവസമേ വന്നിട്ടുള്ളൂ, അന്ന് പരിചയപ്പെടാനുള്ള സമയമൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്, കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ഫാസ്റ്റ് ആയിക്കോട്ടെ, എൻ്റെ പേര് സുസ്മിത, അന്ന് സത്യഭാമയുടെ മരുമകൾ ശ്യാമയ്ക്ക് അബോർഷനായ ദിവസം ഞാനിവിടെ വന്നിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ആ നഴ്സ് വിദ്യ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് വിശദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നെങ്കിൽ ഹോസ്പിറ്റൽ PROയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, ഒഫീഷ്യലായിട്ടുള്ള മറുപടി കിട്ടുമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള മറുപടി ഒന്നും വേണ്ട, എനിക്ക് കറക്റ്റ് അന്ന് അവിടെ എന്താണ് നടന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതി, ഇത് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് കുറച്ചൊക്കെ ഒരു 2-3 കാറുകളുടെ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുകയാണ്. തുടർന്ന് വിദ്യ പറയുന്നുണ്ട് ഒരുപാട് കേസ് നടക്കുന്നതാണ്, പേരുന്നാളൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സുസ്മിതയാണെങ്കിൽ തൻ്റെ ബാഗിൽ നിന്നും ഒരു 500-ൻ്റെ ഒരു കെട്ട് നോട്ടെടുത്ത് ദിവ്യ കൊണ്ടുവന്ന ആ പിന്നെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ബോക്സിനകത്തേക്ക് വച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി വിദ്യ പറയും നടന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ജോലി പോകും, എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും സുസ്മിത ഒരു കെട്ട് നോട്ട് കൂടി എടുത്ത് അതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യയ്ക്ക് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഒരു കുറ്റവാളി എന്ന പോലെയല്ലേ വിദ്യ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, വിദ്യയുടെ പിന്നെ വീട് കായംകുളത്താണെന്നും അച്ഛനും അമ്മയും കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്നും പൈസയ്ക്കൊക്കെ ഒരുപാട് നട്ടം തിരികെയാണെന്നും ഒക്കെ ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയുമൊക്കെ ഞാൻ അന്വേഷിച്ച സ്ഥിതിക്ക് ഞാൻ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നറിയാമല്ലോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ വിദ്യ വെപ്രാളപ്പെടുന്നുണ്ട്, ടെൻഷനൊക്കെ ആവുകയാണ്, ഒന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ്. ഡോക്ടറോട് പോയി ചോദിക്കുമെന്ന് വിദ്യ വീണ്ടും പറയുകയാണ്. അന്നേരം ഇതാരും കാണാതെയാണ് പൈസ അതിനകത്തായിട്ടൊക്കെ വെച്ചു കൊടുക്കുന്നത്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് നമ്മൾ ദൈവത്തോട് നേരിട്ട്
കാര്യങ്ങൾ പറയാറില്ലല്ലോ, പൂജാരി വഴിയല്ലേ കാര്യങ്ങൾ സാധിച്ചെടുക്കാറുള്ളത് എന്ന് പറയുമ്പോൾ വിദ്യ പറയണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യ എന്തായാലും പറയുമായിരിക്കും. ആ റിപ്പോർട്ടൊക്കെ ആയിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് സുസ്മിത എത്തും. പിന്നീട് എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.